സുഹൃത്തുക്കളെ, വളരെ സന്തോഷം തോന്നിയ ഒരു ഫോട്ടോ. മർക്കസിലെത്തിയതാണ് വിദ്യാഭ്യാസ മന്ത്രി. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനൊപ്പം ഇരിക്കുന്ന ആ മനോഹര ചിത്രം കണ്ടപ്പോൾ എന്തൊന്നില്ലാത്ത സന്തോഷമാണ് തോന്നിപ്പോയത്. നമുക്കറിയാലോ, അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരിക്കലും ഇങ്ങനെ ശംസുദ്ദീൻ മർക്കസിലെത്തുമെന്ന് നമ്മൾ ആരും കരുതിയിട്ടില്ല. അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റിയത്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP ഉസ്താദിന്റെ FB പോസ്റ്റില് ഉസ്താദ് അത് പങ്കുവച്ചിട്ടുണ്ട്. കേരള പൊതുവിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി N ശംസുദ്ദീനെ മർക്കസിൽ സ്വീകരിച്ചു. കൂടിക്കാഴ്ചയിൽ സുഖാന്വേഷണങ്ങൾക്ക് പുറമെ വിദ്യാഭ്യാസ രംഗത്തെ ചലനങ്ങളും സംസാര വിഷയമായി. മർക്കസിന്റെ വിദ്യാഭ്യാസ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളെ ചോദിച്ചറിയുകയും പ്രശംസിക്കുകയും പിന്തുണ ഉറപ്പു നൽകുകയും ചെയ്തു. ചുമതലയേറ്റ ആദ്യ നാളിൽ തന്നെ മർക്കസ് സന്ദർശിക്കാൻ താല്പര്യം കാണിച്ചതിലുള്ള സന്തോഷം അദ്ദേഹത്തെ അറിയിച്ചു. പൊതുവിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും ദിശ നൽകുന്ന ഫലപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് ഉസ്താദ്. ഇത് കണ്ടപ്പോൾ എന്തോന്നില്ലാത്ത ഭയങ്കര സന്തോഷം എനിക്ക് തോന്നിയത് കേട്ടോ. ഇങ്ങനെ ഒരു കാഴ്ച ഒരിക്കലും കാണാൻ പറ്റുമെന്ന് നമ്മൾ ആരും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഉസ്താദിന്റെ അടുത്ത് എല്ലാ രാഷ്ട്രീയക്കാരും എത്താറുണ്ട് അല്ലെ. ഇപ്പോ ഈ ഇലക്ഷൻ സമയത്ത് ലീഗുകാരും എത്തിയിരുന്നു. അതുപോലെ തന്നെ കേരള യാത്രേന്റെ സമയമൊക്കെ ആയപ്പോൾ ഒരുപാട് വേദികളിൽ ലീഗുകാർ, കുഞ്ഞാലിക്കുട്ടി അടക്കം പല ആൾക്കാരും പങ്കെടുത്തതൊക്കെ നമ്മൾ വളരെ സന്തോഷത്തോട് കണ്ടു. പക്ഷെ എങ്കിലും N ശംസുദ്ദീൻ അങ്ങനൊന്നും വരൂല, AP വിഭാഗത്തെ മെയിൻറ്റ് ചെയ്യില്ല എന്നായിരുന്നു നമ്മൾ കരുതിയത്. പക്ഷെ നമ്മൾ പ്രതീക്ഷകളൊക്കെ തെറ്റിപ്പോകാനുണ്ടായത് ഈ വിഷയത്തിൽ. ഞാൻ വരെ ഈ ശംസുദ്ദീൻ മത്സരിക്കുന്നത് കണ്ടപ്പോൾ അയാള് മത്സരിച്ചാലും അയാൾ MLA ആയാലും അയാളെ മന്ത്രിയാക്കാതിരിക്കട്ടെ എന്ന് കരുതി. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുകയാണ് അയാൾ മന്ത്രിയായത് വളരെ നല്ലതായി എന്ന് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. കാരണം ഇങ്ങനെ ഒരു കാഴ്ച അദ്ദേഹം കാണിച്ചു തന്നല്ലോ. AP ഉസ്താദിന് അദ്ദേഹത്തിന് ആശംസ അർപ്പിക്കുന്നു, സുഖവിവരങ്ങൾ ചോദിച്ചറിയുന്നു, അടുത്തിരിക്കുന്നു, അവിടുന്ന് നല്ല കാഴ്ചകൾ കാണുന്നു അല്ലെ. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് അവിടെ അതിന്റെ ബാക്കിൽ തന്നെ നമുക്കൊരു സ്ക്രീനൊക്കെ കാണുന്നുണ്ട്. ഇതില് N ശംസുദ്ദീൻ അദ്ദേഹത്തിന്റെ FB-യിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഇന്ന് കാരന്തൂർ മർക്കസ് സന്ദർശിച്ചു. ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇന്ന് കാരന്തൂരിന്റെ മർക്കസിൽ ചെന്ന് കണ്ടു. മർക്കസ് അധികൃതർ മർക്കസിന്റെ ആഭിമുഖ്യത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിശദീകരിച്ചു. ഉസ്താദുമായുള്ള കൂടിക്കാഴ്ച സൗഹൃദപരവും വളരെയേറെ പ്രചോദനപരവുമായിരുന്നു. വിലപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയാണ് യാത്രയാക്കിയത്. സംസ്കൃതിയിലെ ഈ വാക്കുകൾ, ഈ എഴുത്തുകളൊക്കെ കണ്ടപ്പോഴേ വിലപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയാണ് യാത്രയാക്കിയത് എന്നൊക്കെ അദ്ദേഹം തന്നെ എഴുതുമ്പോൾ എന്തോ വളരെ സന്തോഷം തോന്നിപ്പോവാണ്. ഇവിടെ ഈ ശംസുദ്ദീന്റെ വിഷയത്തിൽ നമുക്കറിയാലോ, മണ്ണാർക്കാടുള്ള അന്നത്തെ വിഷയങ്ങളൊക്കെ നമുക്കറിയാം. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നും അതിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്നത്തെ ഇലക്ഷന്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തകർ പല ജാതി വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നും ചിലപ്പോൾ അന്ന് തെറ്റിയവരൊന്നും ഉണ്ടാവില്ല ആ വിഷയത്തിൽ. ഇപ്പോൾ ഉസ്താദ്, ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ സംസും കമറും ഒന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വ്യത്യസ്ത ധ്രുവങ്ങളിലോ എവിടെ ആവട്ടെ, രാഷ്ട്രീയ പാർട്ടി ഏതാവട്ടെ, എന്തോ ആവട്ടെ, നമുക്കും ചേർന്ന് നിൽക്കണം. ഇവിടെ ഉസ്താദിനും പ്രശ്നമില്ല, സംസുവിനും പ്രശ്നമില്ല. അവരൊക്കെ ഒരുമിച്ചിരിക്കുന്നു, സന്തോഷത്തോടു കൂടി പോകുന്നു. അപ്പോൾ ആർക്കും യാതൊന്നും തോന്നേണ്ട ആവശ്യമില്ല. ഇപ്പൊ പല ആൾക്കാരും ഇതിൻ്റെ അടിയിലൊക്കെ പല രീതിയിൽ കമന്റുകളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. നമ്മൾ എന്ത് തന്നെ ആയാലും മുമ്പ് പലതും നടന്നിട്ടുണ്ടാവും. ഇപ്പൊ ഈ ഇലക്ഷന്റെ സമയത്തും അതിന്റെ ശേഷവും ഒക്കെ പല ആൾക്കാരും വീണ്ടും ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും നടത്തി, പല രീതിയിൽ വീഡിയോ ഇട്ടു, പല ആൾക്കാരും പല പ്രസംഗങ്ങളും നടത്തി. ശംസുദ്ദീൻ അന്ന് തോൽപ്പിക്കാൻ ശ്രമിച്ചവരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതും നോക്കി. അദ്ദേഹത്തിന് അതൊന്നും പ്രശ്നമല്ലായിരുന്നു. നോക്കി നിങ്ങൾ, എനിക്കിപ്പോൾ ആ ശംസുദ്ദീൻ എന്ന് പറയുന്ന മനുഷ്യനോട് ഒരുപാട് ബഹുമാനം തോന്നിപ്പോകണം. എന്തായാലും അദ്ദേഹത്തിന്റെ ആ വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം അത് ഭംഗിയായിട്ട് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.